നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ തുടർന്നുള്ള വീഡിയോ ആണ് ഇതിടുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോ കാണുന്നതിന് ഇതിൻ്റെ മുമ്പ് ഇത് കട്ടിങ്ങും അതിൻ്റെ ടിപ്പുകളും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കണമെങ്കിൽ നേരത്തെ വീഡിയോ ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോ നോക്കേണ്ടതാണ്. ഇത് നമ്മളിവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ തയ്ക്കുന്നത് എങ്ങനെയെന്നാണ്. ഇപ്പോൾ മെഷീൻ ഇല്ലെങ്കിൽ കൈകൊണ്ട് എങ്ങനെ തയ്ക്കാം എന്നാണ്. അപ്പോൾ ഇതിലൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു കട്ടിങ് ഇല്ലേ, ഇവിടുത്തെ ഈ പോയിൻ്റ് നേരെ ഇതിൽ കൊണ്ടുവന്ന് ഇവിടെ ഇതിൽ ജോയിൻ ചെയ്ത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പീസ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മെഷീനില്ലാതെ കൈകൊണ്ട് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഈ രണ്ട് ഇതും, അതായത് ഈ ഡോട്ട് അടിക്കേണ്ടത് എടുത്തൊരുമിച്ച് വച്ചു. ഒരേപോലത്തെ സ്റ്റിച്ച് ഇടാൻ നോക്കുക. തയ്യൽ എപ്പോഴും കൊടുക്കുമ്പോൾ ഒരേ അളവിൽ തുണിയിൽ കൊടുക്കാൻ നോക്കുക. പതുക്കെ നമ്മൾ കൈകൊണ്ടാണ് തയ്ച്ചതെന്ന് മനസ്സിലാകാത്ത വിധം വേണം ചെയ്യാൻ വേണ്ടി. ആദ്യത്തെ ഒരു സ്റ്റിച്ചിട്ട് ഫുള്ള് ഇവിടം വരെ എത്തിക്കുക. ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് വേറെ കളർ നൂലും കുറച്ചുകൂടെ അകറ്റി ഞാൻ തയ്ച്ച് വയ്ക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇവിടെ ഇപ്പം നമ്മൾ തയ്ച്ച് ഈ എൻഡ് കഴിഞ്ഞ് ഈ എൻഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു കുഞ്ഞായിട്ട് ചെറുതായിട്ട് ഈ തുണിയിൽ ഒരു ചുളിവും വരാത്ത രീതിയിൽ വേണം നമ്മൾ തയ്ച്ച് നിവർത്തിയെടുക്കാൻ. അത് കഴിഞ്ഞ് ഈ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നില്ലേ, നമ്മൾ ഈ തയ്യലിൻ്റെ എൻഡിൽ വന്ന് ഇതുപോലെ കണ്ടോ. ഇത് നിങ്ങൾ കുറച്ചുകൂടെ ചെറുതാക്കി ചെയ്യണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഇതിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ തയ്യലൊന്ന് വലിപ്പം കൂട്ടിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ചെറുതായിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ഈ തയ്യലിട്ട ഭാഗത്ത് കണ്ടോ. അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് പിന്നെ ഇതിൽ
മെഷീനിൽ തച്ചതുപോലെ വരും. നിങ്ങൾ കുറച്ചുകൂടെ വലിപ്പം കുറച്ച് തയ്ക്കാൻ നോക്കണം. ഇങ്ങനെ അപ്പുറവും ഇപ്പുറവുമായിട്ട് നമ്മൾ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ കോരി തയ്ച്ച് വരുമ്പോഴേക്കും ഇതുപോലെ മെഷീനിൽ തച്ചതുപോലെ തയ്യൽ വരും. ഇപ്പം നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ നീറ്റായിട്ട് തയ്ക്കണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് വരച്ചിട്ടിട്ട് ആ വരയിൽ കൂടെ തച്ചാൽ മതി. ഇതുപോലെ ഫുള്ളും ഇങ്ങനെ തച്ചെടുക്കണം. കണ്ടോ? ഇത് ഒന്ന് തച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുണി ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുമ്പോഴേക്കും ചുളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചുളിവ് മാറി നല്ല നിവർന്ന് കിട്ടുന്നതാണ്. രണ്ട് സൈഡും നീറ്റായിട്ട് വന്നുണ്ടോ? ഇതുപോലെ തച്ചെടുത്ത് ഇപ്പം നിങ്ങൾ തച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ സൈഡൊന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കപ്പിൻ്റെ മാറ്റം അറിയാൻ പറ്റും. കണ്ടോ? ഈ കപ്പ് ഒന്ന് നിൽക്കുന്നുണ്ടോ? ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇത് തച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇവിടെയും തയ്ച്ചെടുക്കണം. ഇവിടുത്തെ ഈ ഡോട്ട് തയ്ക്കുമ്പോഴേക്കും ഈ പോയിൻ്റില്ലേ നമ്മളിവിടെ തച്ച് കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ പോയിൻറ്റിനെ ഇങ്ങനെ നിവർത്തി പിടിക്കുക. ഇതുമായിട്ട് നിവർത്തി പിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പാടാണെങ്കിൽ ഇവിടെ ഒരു മുട്ടുപിന്നോ നമ്മുടെ സേഫ്റ്റി പിന്നോ എന്തെങ്കിലും എടുത്തിവിടെ കുത്തിയിങ്ങനെ അടയാളം, അല്ലെങ്കിൽ സൂചി ഉണ്ടെങ്കിൽ സൂചി ആയാലും ഇങ്ങനെ കുത്തി വെച്ചിരുന്ന് അതവിടെ ഇരിക്കും. എന്നിട്ട് ഇവിടുന്ന് തച്ച് നേരെ ഈ പോയിൻ്റില്ലേ നമ്മൾ 1.5 ഇഞ്ച് പോയിൻ്റ് ഇട്ടിരുന്നില്ലേ ആ പോയിൻറ്റിലോട്ട് കൊണ്ടുവന്ന് നിർത്തണം. ഈ രണ്ട് ഇവിടത്തതും കൈക്കുഴിയുടെ ഇവിടത്തെയും ഡോട്ട് രണ്ടും തച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കപ്പ് ഏകദേശം നല്ല കപ്പ് കിട്ടുന്നതായിരിക്കും. കണ്ടോ? ഈ തുണി ഇത്തിരി സിൽക്കിയായ തുണിയായതുകൊണ്ടാണ് കണ്ടോ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതും ഇതുപോലെ ഇവിടെ നിന്ന് തച്ച് നമ്മൾ ഈ പോയിൻ്റ് ചെയ്ത ഈ വീഡിയോ മാത്രം കാണുന്നവർ ഇതിന് മുമ്പുള്ള വീഡിയോ കൂടെ കണ്ടാൽ ഇതിൻ്റെ കട്ടിങ്ങും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാകും. ഇതിപ്പോൾ ഇവിടെ നിന്ന് തച്ച് ഇതിപ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് രണ്ട് സൈഡും ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ ഇത് തയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതും കൂടെ കവർ ചെയ്ത് ഒറ്റ സ്റ്റിച്ചായിട്ട് നമുക്കിങ്ങനെ തച്ചെടുക്കാവുന്നതാണ്. രണ്ടും കൂടെ ഇങ്ങനെ പിടിച്ച് ഇവിടുത്തെ ഈ പോയിൻ്റിൽ നിന്ന് തച്ച് ഇതിപ്പം ഞാൻ കാണിച്ചു തരാം. ഈ പോയിൻ്റിൽ നിന്ന് ഇവിടോട്ട് വന്ന് ഇവിടെ നിന്ന് ഒരു ഷേപ്പ് രൂപത്തിലാകും. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഈ പോയിൻ്റിൽ നിന്ന് തുടങ്ങി നമ്മളിവിടെ വരുമ്പോൾ ഒരു ചെറിയ താഴോട്ട് വളവ് വരും. ആ വളവിൽ നിന്ന് വീണ്ടും നേരെ ഈ പോയിൻ്റിലോട്ട് വരും. അത് ഞാൻ തച്ച് കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതിപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് കൈ കൊണ്ട് തയ്ക്കുന്നവർക്ക് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു. ആ രീതിയിൽ വേണം. ഇതിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നീളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ഈ രീതി ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പം മെഷീനിൽ തയ്ക്കുന്നവർക്കാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് മെഷീനിൽ തയ്ച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി ഇവിടോട്ട് വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ ഒരു വളവ്, ആ വളവിലോട്ട് കൊണ്ടുവന്ന് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പറ്റാത്തവരാണെങ്കിൽ ഒരു മുട്ട് സൂചിയോ എന്തെങ്കിലും എടുത്ത് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് തച്ചാൽ മതി. ഇതിപ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. അതുകൊണ്ടാണ്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൈ കൊണ്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചതുപോലെ ഫസ്റ്റ് ചെയ്തതുപോലെ നീറ്റായിട്ട് ഇതുപോലെ ആദ്യം ഒരു സ്റ്റിച്ചിട്ട് അതും കുറച്ചുകൂടെ വലിപ്പം കുറച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത് വീണ്ടും റിട്ടേൺ ഒരു സ്റ്റിച്ച് ഇടുമ്പോഴേക്കും നമുക്ക് നല്ല നീറ്റായിട്ട് മെഷീനിൽ തച്ചതുപോലെ നല്ല ബലമുള്ള സ്റ്റിച്ചായിട്ട് മാറും. അതിന് ലാസ്റ്റ് കെട്ടിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇതുപോലെ വരും സെൻറ്ററിൽ, ഇതുപോലെ വരും സെൻറ്റർ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഒരു സൈഡ് മാത്രമാണ് ചെയ്തത്. ഇപ്പം കപ്പ് ശരിയായത് ഉണ്ടോ? നിങ്ങൾക്ക് നീറ്റായിട്ട് തച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മെഷീനിൽ തയ്ക്കുന്നവരാണെങ്കിലും ഈ രീതിയിൽ തച്ചെടുത്താൽ മതി. കൈകൊണ്ട് ചെയ്യുന്നവർ ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ചിരുന്ന രീതിയിൽ നല്ല നീറ്റാക്കി തച്ചെടുത്ത് നമുക്ക് തന്നെ തച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേ എളുപ്പമാണ്. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്ത് കഴിഞ്ഞിട്ട് കഴുത്തിനൊക്കെ പട്ട വയ്ക്കുക. ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്ത് കൈയും വെച്ച് പിടിപ്പിച്ച് താഴെ നമുക്ക് പട്ട 1.5 ഇഞ്ചിൻ്റെ വീതിയുള്ള പട്ട വെച്ച് ഇവിടെ നിന്ന് മടക്കി അത് കുറച്ച് വീതിക്ക് വേണം പട്ട കൊടുക്കാൻ. മടക്കി അടിച്ച് ഈ തുണിയെല്ലാം പട്ട വെച്ച് മടക്കി ഫിനിഷ് ചെയ്യുമ്പോഴേക്കും ബ്ലൗസ് കറക്റ്റായി വരും. പിന്നെ വണ്ണം നോക്കി അടിച്ചെടുത്താൽ മതി. വണ്ണം നോക്കി തയ്ച്ചെടുത്താൽ മതി. കൈ കൊണ്ട് തയ്ക്കുന്നവർക്കാണെങ്കിൽ കൈ കൊണ്ട് തയ്ച്ചെടുക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ മെഷീനിൽ തയ്ച്ചെടുക്കാം. അപ്പോഴും ഇത് മനസ്സിലായോ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ തുടർച്ചയായിട്ടുള്ളത് മനസ്സിലാവണമെങ്കിൽ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പുതിയ രീതിയിലുള്ള തയ്യലുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കട്ടിങ്ങും ഇതൊക്കെ അറിയണമെങ്കിൽ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ പോയി നോക്കുക.